ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫാത്തീസ് ലൈഫ്. അപ്പോൾ ഇതാ നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫ്രിഡ്ജ് സെറ്റിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്നിട്ട് അതേപോലെ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തുടച്ചൊക്കെ ലെവലാക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇന്ന് നമുക്കതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ചായ കുടിക്കണം കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. നമ്മൾ ഈ വെജീസ് കംപ്ലീറ്റ് നമുക്ക് പാത്രത്തിലാക്കണം കേട്ടോ. ഈ ഒരു പാത്രത്തിലൊക്കെ ആക്കി ഒക്കെ ഓരോന്നും കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ പാത്രത്തിലാക്കാൻ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ പയറിനത് അതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നന്നായിട്ട് അടച്ചിട്ട് വെക്കാം. നമ്മൾ ക്യാറിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒക്കെ ഇതുകൊണ്ട് തുടച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇതിൻ്റെ അടപ്പൻ്റെ അപ്പോൾ നമ്മളിങ്ങനെ കണ്ടെയ്നറിലാക്കി വെക്കുന്ന വെജിറ്റബിൾസ് കംപ്ലീറ്റ് കഴുകിയിട്ട് അതുപോലത്തെ ഒരു ടർക്കിയിൽ തുടച്ചിട്ടാണ് കേട്ടോ പാത്രത്തിലൊക്കെ ആക്കി വെക്കുന്നത്. ഒക്കെ ഒന്ന് നന്നായിട്ട് ഉപ്പിട്ടിട്ടൊക്കെ ഉള്ള വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. എന്നിട്ടാണ് നമ്മൾ നന്നായിട്ട് തുടച്ചതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിൻ്റെ ശേഷമാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേടായതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി എല്ലാം അങ്ങനെയൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതേപോലെ പാത്രത്തിലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ ആവാത്തത് ബാലൻസ് ഉള്ളത് അതുപോലെ ഒരു പാത്രത്തിലും ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് ഫുള്ള് പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന്. ഇത് മീഷോന്നാണ് കേട്ടോ. മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഫ്രിഡ്ജ് ഫുള്ള് സെറ്റായി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോക്സിലിടുന്നതാണെന്നുണ്ടെങ്കിൽ ബോക്സിനകത്ത് ഇതേപോലത്തെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് ബോക്സിലൊന്നും അധികമൊന്നും ആവാതിരിക്കും. അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഞായറാഴ്ചയായിട്ട് സ്പെഷ്യലായിട്ടൊന്ന് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇറച്ചിയും പൊളിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ ഞാനൊരു ബീഫ് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് അച്ചാറിന് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഫ്രീ ആയിട്ട് ബീഫ് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളെ കപ്പ ബിരിയാണി കഴിക്കുകയാണ്. നല്ല അടിപൊളി ചൂടുള്ള കോഫിയും കട്ടൻ കാപ്പിയും അതുപോലെ തന്നെ കപ്പ ബിരിയാണിയും അടിപൊളിയാണ് കേട്ടോ. ബെസ്റ്റ് കോമ്പിനേഷനാണ്. പിന്നെ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു പാത്രം. അത് ഫ്രൂട്ട്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. നല്ല അടിപൊളി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പവും കാര്യമൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ സ്പെഷ്യല്. സൺഡേ ആയിട്ട് നല്ല അടിപൊളി മന്തി ഉണ്ട്, ചിക്കൻ മന്തി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.